നമസ്കാരം. ചെറുകിട കർഷകർക്ക് താരതമ്യേന ഉയർന്ന തോതിലുള്ള സബ്സിഡി ലഭിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വളരെയേറെ ആശ്വാസമാകും ഈ പദ്ധതി. ലോകബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കൃഷി വ്യാപന പദ്ധതിയാണ് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ മോഡേണൈസേഷൻ അഥവാ കേര പദ്ധതി. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള റബ്ബർ, ഏലം, കാപ്പി എന്നിവയുടെ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനമാണ് കേര പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി കർഷകർക്ക് സബ്സിഡി അനുവദിക്കും. റബ്ബറിന്റെ ആവർത്തന പുതു കൃഷികൾക്ക് ഹെക്ടർ ഒന്നിന് 40,000 രൂപയാണ് നിലവിൽ റബ്ബർ ബോർഡിൽ നിന്നും ധനസഹായം ലഭിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിലും റബ്ബർ കൃഷിക്കുള്ള സബ്സിഡി ഇതേ നിരക്കിൽ തുടരുമെന്ന് റബ്ബർ ബോർഡ് വ്യക്തമാക്കിയിരുന്നു. കേര പദ്ധതിയിൽ റബ്ബർ കൃഷിക്കുള്ള സബ്സിഡി തുക ഉയർന്ന തോതിലായതിനാൽ റബ്ബർ ബോർഡിൽ നിന്നുള്ള സബ്സിഡിയും ഉയർത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ അനുഭവപൂർണമായ സമീപനമാണ് റബ്ബർ ബോർഡിനുള്ളതെങ്കിലും 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതി തുക കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞതിനാൽ അടുത്ത വർഷത്തോടെയേ ഇത്തരം നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. അതേസമയം റബ്ബർ ബോർഡിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡി തുകയുടെ ഇരട്ടിയോളം തുകയാണ് കേര പദ്ധതിയിലൂടെ റബ്ബർ കർഷകർക്ക് ലഭിക്കാൻ പോകുന്നത്. ലോകബാങ്കിൽ നിന്നും 1700 കോടിയിലധികം രൂപയാണ് കേര പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായുള്ള ആദ്യ ഗഡുവായി ഏകദേശം 140 കോടി രൂപ ലോകബാങ്കിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വാർത്തകളിലൂടെ വ്യക്തമാകുന്നത്. റിപ്പോർട്ടുകളിൽ പറയുന്നത് പോലെ പദ്ധതിയുടെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ തന്നെ കർഷകർക്ക് സബ്സിഡി ലഭ്യമായേക്കും. ഈ പദ്ധതിയുടെ ഭാഗമായി റബ്ബർ കർഷകർക്ക് 1 ഹെക്ടറിന് 75,000 രൂപ സബ്സിഡി ലഭിക്കും. ഏലം കർഷകർക്കാണെങ്കിൽ ഹെക്ടർ ഒന്നിന് 1 ലക്ഷം രൂപ ലഭിക്കുമ്പോൾ കാപ്പി കൃഷിക്ക് ഹെക്ടറിന് 1,10,000 രൂപ സബ്സിഡിയായി ലഭിക്കും. പ്രധാനമായും ചെറുകിട കർഷകർക്കാണ് കേര പദ്ധതിയിലൂടെ സബ്സിഡി ലഭിക്കുക. അതായത് 5 ഹെക്ടർ വരെയുള്ള ഭൂമിയിൽ റബ്ബർ കൃഷി ചെയ്യുന്നവർക്കും 8 ഹെക്ടർ വരെയുള്ള ഭൂമിയിൽ ഏലം കൃഷി ചെയ്യുന്നവർക്കും 10 ഹെക്ടർ വരെയുള്ള ഭൂമിയിൽ കാപ്പി കൃഷി ചെയ്യുന്നവർക്കുമാണ് സബ്സിഡി ലഭിക്കുക. എന്നാൽ 10 ഹെക്ടർ വരെയുള്ള ഭൂമിയിൽ ഈ 3 വിളകളും കൃഷി ചെയ്യുന്ന കർഷകർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതാണ്. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുന്നവരിൽ നിന്നും സബ്സിഡിക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കും. കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് കേര പദ്ധതിയിൽ നിന്നും ധനസഹായം ലഭിക്കുക. കാപ്പി കൃഷിക്കുള്ള സബ്സിഡി വയനാട് ജില്ലയിലുള്ള കർഷകർക്കും ഏലം കൃഷിക്കുള്ള സബ്സിഡി ഇടുക്കി ജില്ലയിലുള്ള കർഷകർക്ക് മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.